ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 16 ആംസിൻ്റെ പ്ലഗ് സോക്കറ്റ്, അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പ്ലഗ്, അതായത് എക്സ്റ്റൻഷൻ പ്ലഗ് രീതിയിൽ പ്ലഗ് സോക്കറ്റ്, അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാം. ഇനി അതല്ല 16 ആംസിൻ്റെ പ്ലഗ് സോക്കറ്റും കാര്യങ്ങളൊക്കെ സ്വിച്ചുകളും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു വാഷിംഗ് മെഷീൻ്റെ കണക്ഷനും ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മോഡുലാർ ടൈപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. മോഡുലാർ ടൈപ്പ് ആയതുകൊണ്ട്, അതായത് പഞ്ചിങ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. ലോക്ക് സിസ്റ്റമാണ് നമ്മുടെ പ്ലഗ് സോക്കറ്റും അതുപോലെ തന്നെ സ്വിച്ചുകളും വന്നിരിക്കുന്നത്. അപ്പോൾ പവർ പ്ലഗ് ആണ് നമ്മൾ വരുന്നത്. 16 ആംസ് എന്ന് പറയുമ്പോൾ പവർ പ്ലഗ് ആണ് വരുന്നത്. നമുക്കിതൊക്കെ അത്യാവശ്യം നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞാൽ വാഷ് ചെയ്യണമെന്ന ഏരിയ, അതെല്ലാം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട പമ്പും കാര്യങ്ങളൊക്കെ വരുന്ന പവർ പ്ലഗിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് 20 ആംസിൻ്റെ അല്ലെങ്കിൽ 16 ആംസിൻ്റെ സ്വിച്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുമാണ് രണ്ടും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ലെഫ്റ്റ് സൈഡ് എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഒരു പ്ലഗ് സോക്കറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റൈറ്റ് സൈഡ് ആയിരിക്കണം അതിൻ്റെ ഫേസ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലോക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഉണ്ടോ, അതിൻ്റെ ലോക്ക് വളരെ നല്ല ഹാർഡായ ലോക്കാണ്. പല പ്ലഗ് സോക്കറ്റുകൾ നമ്മൾ മൊബൈലിൻ്റെ ചാർജറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലഗുകളൊക്കെ അമർത്തി നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് ഊരിയെടുക്കുമ്പോൾ അത് ഉൾപ്പെടെ പൊളിഞ്ഞു പോരാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനുള്ള സെലക്ട് ഇത് വേണം നമ്മളിത് വാങ്ങിക്കാനായിട്ട്. നല്ല ഹാർഡ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഹാർഡ് ലോക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു സൈഡിലേക്ക് ഇട്ടതിന് ശേഷം അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ലോക്കായി കഴിഞ്ഞു. കണ്ടോ, 4 സൈഡും ലോക്കായി കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ സ്വിച്ചും അതുപോലെ തന്നെ വരുന്നത് നല്ല ലോക്കുകൾ നോക്കിയിട്ട് വേണം. നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും നമ്മുടെ മോഡുലാർ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. സ്വിച്ചുകൾക്കൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. നമുക്ക് വരുന്നത് പ്ലഗ് സോക്കറ്റുകൾക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും മൊബൈലിൻ്റെ എന്തെങ്കിലും ചാർജറോ അതുപോലെ തന്നെ എന്തെങ്കിലും കുത്തിയിട്ട് നമ്മൾ ചാർജർ ഊരി എടുക്കുന്ന സമയത്ത് പ്ലഗ് സോക്കറ്റ് ഉൾപ്പെടെ പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് നേരെ അതുപോലെ തന്നെ സ്വിച്ച് ഒരു സൈഡിലേക്ക് വെച്ചു, ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ പ്രസ്സായി കഴിഞ്ഞുകൊണ്ട് സെയിം ലെവലായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കണക്ഷൻസ് ആണ് നോക്കുന്നത്. 16 ആംസിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് കൂടി വരുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇങ്ങനെ 3 കണക്ഷൻസാണ് വരുന്നത്. അപ്പോൾ ഫേസ് കൺട്രോൾ ചെയ്തിട്ടാണ് സ്വിച്ച് വഴി കൺട്രോൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫേസ് കൊടുത്തു. ഫേസ് കണ്ടോ, ഈ ഫേസ് വയർ നേരെ, അതിന് മുന്നേ ന്യൂട്രൽ കണ്ടോ. ഈ ന്യൂട്രൽ നമുക്ക് എപ്പോഴും നമ്മുടെ പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. അതിന് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റിൻ്റെ ഒരു വയർ കൂടി കൊടുത്തു. പിന്നെ നേരെ ഫേസ് വന്നത് സ്വിച്ചിലേക്കാണ്. അതിൽ നിന്ന് കൺട്രോൾ ചെയ്തിട്ട് ഒരെണ്ണം നേരെ റൈറ്റ് സൈഡ് എല്ലിലേക്ക് വന്നു, പ്ലഗ് സോക്കറ്റിന് എല്ലിലേക്ക് വന്നു. അവിടെയാണ് കൺട്രോൾ ചെയ്ത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമേ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാവൂ. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വയർ നമ്മൾ ന്യൂട്രലിൽ കൊടുത്തു, ഒരു വയർ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തു. ഇത്രയും കണക്ഷൻസ് വരുന്നത്. ഇനി സിമ്പിളാണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്യുക. നമ്മളതായിട്ട് സ്ക്രൂ ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ ഒരു പ്ലേറ്റ് വരുന്നത്, എക്സ്ട്രാ പ്ലേറ്റ് നമ്മളതിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ പ്ലഗ്, നമ്മളൊരു എക്സ്റ്റൻഷൻ പ്ലഗ്ഗാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുറത്തേക്കോ വാഷിംഗ് മെഷീനൊക്കെ സെപ്പറേറ്റ് പുറത്തേക്ക് മാറ്റി കൊണ്ടുപോകില്ല. അതല്ല നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും വർക്ക് കിടക്കുന്ന സമയത്താണ് അത്യാവശ്യം പവർ വരുന്ന നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു എക്സ്ട്രാ പ്ലഗ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ പഴയ മോഡൽ വെൽഡിംഗ് മെഷീനൊന്നും ഈ പറയുന്ന ഇതിൽ കുത്താതിരിക്കുക. കാരണം LCB കൺട്രോൾ ചെയ്ത് വരുന്നതുകൊണ്ട് വീടിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന LCB ഒക്കെ ട്രിപ്പായി പോകാൻ, അതുപോലെ LCB കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് പഴയ മോഡൽ നമ്മുടെ വെൽഡിംഗ് സെറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ മോഡലിന് അത്രയും ആംബിയർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പഴയ മോഡലിലാണ് ഞാൻ ഉദ്ദേശിച്ച വെൽഡിംഗ് സെറ്റ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.